ചെടികൾ ഇതുപോലെ തലകീഴായിട്ട് നമുക്ക് നട്ടുപിടിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന പ്ലാന്ററാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാണ് അപ്സൈഡ് ഡൗൺ പ്ലാന്റർ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് ബോട്ടിൽ നമുക്ക് എത്ര നീളത്തിൽ വേണോ അത്രയും വെച്ച് കട്ട് ചെയ്യുക. ഇത് ഇതുപോലത്തെ ബ്ലേഡോ അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തെർമോക്കോൾ കട്ട് ചെയ്യുന്ന ബ്ലേഡാണത്. ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിരുന്ന ചെടി നട്ടിരുന്ന കുപ്പിയാണ്. ഇനി ഇതിൻ്റെ അടപ്പിൽ ഒരു ഹോൾ ഇടണം. അധികം വലുതാവണ്ട, ചെറിയൊരു ഹോൾ ഇട്ടാൽ മതി. കുറച്ച് കട്ടിയുള്ളൊരു തുണി കഷ്ണം എടുക്കുക. ഒരു ചെറിയ പീസ് എടുത്താൽ മതി. ഞാൻ ജീൻസിട്ട് തുണിയാണ് എടുത്തിരിക്കുന്നത്. നല്ല കട്ടിയുള്ള ടർക്കി ടവലോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല, കട്ടി ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഞാൻ നടുക്കായിട്ടൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കുക. കുപ്പിയുടെ അടപ്പിലും ഇതിലും ഇടുന്ന ഹോള് നമ്മളെടുക്കുന്ന ചെടിയുടെ തണ്ടിൻ്റെ വണ്ണം അനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട്. ആ ചെടി ഇതിൽ കൂടെ കടക്കണം, അത്രയേ ഉള്ളൂ. ഇനി ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, ഇങ്ങനെ സൈഡ് കട്ട് ചെയ്തിട്ട്. ഇനി കുപ്പി തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഒരു ചരട് കെട്ടണം. ചരട് അല്ലെങ്കിൽ കമ്പി ആയാലും കുഴപ്പമില്ല. അതിന് രണ്ട് സൈഡിലും ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൽ കൂടെ ചരടിട്ട് കൊടുക്കുക. അത് നമ്മളതിൽ ചെടി വയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് കൊടുക്കണം. ഇപ്പം ഞാൻ ഒരു ജമന്തിയുടെ ചെറിയ തൈയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ആ കുപ്പിയുടെ ഹോളിൽ കൂടി അത് ഇട്ടിട്ട് പിന്നെ തുണി കൂടെ എടുക്കുക. ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഞാൻ 2 തൈ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പതുക്കെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തുണി പതുക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കുക. ആ ചെടിയിൽ കൂടുതൽ പ്രസ് ചെയ്യാതെ നോക്കണം. ഇത് ഞാൻ ഓറഞ്ച് കളറിലുള്ള ജമന്തി തൈയാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ട് കളറ് വേണമെങ്കിൽ നമുക്ക് നടാം. രണ്ട് തൈ എടുക്കുമ്പോൾ 2 കളറായാലും നല്ല ഭംഗിയായിരിക്കും. ഇനി ആ അടപ്പ് നന്നായിട്ട് മുറുക്കി കൊടുക്കുക. വേണമെങ്കിൽ ഇത്തിരി ഗമ്മിട്ട് ഒട്ടിച്ചു കൊടുത്താലും നല്ലതാണ്. ഞാൻ തുണി ഒന്ന് നിവർത്തി വെച്ചിട്ട് വേണം മണ്ണിട്ട് കൊടുക്കാൻ. ഇത് പച്ചക്കറികൾക്കും ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഇങ്ങനെ പച്ചക്കറിയൊക്കെ തലകീഴായി തൂക്കിയിട്ട് പച്ചമുളക്, തക്കാളി അതൊക്കെ നല്ലതാണ്. ഇനി മണ്ണിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ശ്രദ്ധിക്കണം. ആ ചെടിയും കൂടി താഴോട്ട് പോരാതിരിക്കാൻ നമ്മളിങ്ങനെ പതുക്കെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് വേണം മണ്ണിടാൻ. അല്ലെങ്കിൽ അതിങ്ങനെ താഴോട്ട് ഊർന്നു പോരും. ഞാൻ ചാണകപ്പൊടിയും മണ്ണും ചെങ്കൽപ്പൊടിയുമാണ് അത് മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കണേ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ പോട്ടിംഗ് മിശ്രിതമൊക്കെ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അപ്പോൾ അത് നല്ലതാണ്. ആ പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ചെറിയ തൈയാണല്ലോ, അത് വളരും തോറും വേണമെങ്കിൽ മണ്ണ് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് അപ്സൈഡ് ഡൗൺ ആയിട്ട് ചെടികൾ നടുന്നത്. അത് ഞാൻ തണ്ടിന് വണ്ണമുള്ള ചെടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഹോൾ ഇത്തിരി കൂടെ വലുതാക്കി ഇട്ട് കൊടുത്തു. അപ്പോൾ തണ്ടിന് വണ്ണം കൂടിയതാണെങ്കിൽ ഇതുപോലെ മുറിക്കാൻ നല്ലത്. അതിൻ്റെ വേര് ഭാഗവും ഇത്തിരി വണ്ണമുള്ളതാണ്, അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുക. കുപ്പിയിൽ പെയിൻറ്റ് വേണമെങ്കിൽ അടിച്ചിടാം. പക്ഷെ ചെടി ഇങ്ങനെ നല്ലതായിട്ട് വളർന്നു വരുമ്പോൾ കുപ്പിയുടെ ഭംഗി മാറിക്കിട്ടും. ഇത് കുറേ മുമ്പ് നട്ട ചെടിയാണ്, പനിക്കൂർക്കയാണിത്. ഇത് താഴോട്ട് നമ്മളിങ്ങനെ ആക്കി നട്ടാലും ചെടി വളർന്നു വരുമ്പോൾ അത് മേലോട്ടാണ് വളരുക. അപ്പോൾ അതുകൊണ്ടാണ് പെയിൻറ്റ് ചെയ്തില്ലെങ്കിലും ഈ ചെടി ചുറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ ആ കുപ്പിയുടെ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.